എൻ്റെ പേര് ആതിര ഡിജോ. ഇതിൻ്റെ ഹസ്ബൻഡ് ഡിജോ. ഞങ്ങൾ തുറവിൽ നിന്നാണ് വരുന്നത്. ഞങ്ങൾക്ക് 5 വർഷമായിട്ട് പിള്ളേരില്ലായിരുന്നു. അങ്ങനെയൊക്കെ പറഞ്ഞാൽ ആദ്യമായിട്ട് 5-ാം മാസത്തിൽ പോയതാണ്, ബ്ലീഡിങ് ആയിട്ട് പോയതാണ്. അങ്ങനെ ഞങ്ങൾ ഇവിടെ വന്ന് ഒരു ചേച്ചി ഒരു പത്രം തന്ന് ഇവിടെ വന്ന് മാതാവിൻ്റെ ഉടമ്പടി എടുത്ത് ഞങ്ങൾ അങ്ങനെ എല്ലാ ദിവസവും ഡെയിലി പ്രാർത്ഥിക്കുകയും നല്ല ഇതായിട്ട് പ്രാർത്ഥന 5-രക്ക് എണീറ്റ് പ്രാർത്ഥിക്കുകയും സന്ധ്യാപ്രാർത്ഥന മുടങ്ങാതെ പ്രാർത്ഥിക്കുകയും കൊന്ത ചെല്ലുകയും ബൈബിൾ വായിക്കുകയും എല്ലാം ചെയ്യുമായിരുന്നു. അങ്ങനെ എടുത്ത് പുതുക്കിയില്ലായിരുന്നു, പുതുക്കടയെ മുന്നേയിട്ട് കോവിഡ് സമയമായിരുന്നു ആ സമയം. അപ്പോൾ ഞാൻ ഒരു സ്ഥാപനത്തിൽ വർക്ക് ചെയ്യുന്നുണ്ടായിരുന്നു. അപ്പോൾ എനിക്ക് കോവിഡ് ഇങ്ങനെ ഒരു സംശയം തോന്നിയോണ്ട് അവർ ക്വാറൻറ്റീൻ പോകാൻ പറഞ്ഞു. അങ്ങനെ ഞാൻ മാതാവിൻ്റെ ഒരു ഫോട്ടോ ഉണ്ട് എൻ്റെ കയ്യിൽ, തിരികെ കത്തിച്ച് പ്രാർത്ഥിച്ച് നെഗറ്റീവ് ആകണേ എന്ന് വെച്ചാൽ അത് ആ സമയം കോവിഡിൻ്റെ ഇതായ സമയമായിരുന്നു. ഭയങ്കര അടച്ച് നമ്മൾ അകത്തിരിക്കണം, അങ്ങനെ ഭയങ്കര ഡേഞ്ചറായ സമയമായിരുന്നു. അങ്ങനെ ഇരുന്ന് മാതാവിനോട് പ്രാർത്ഥിച്ച് അങ്ങനെ പെട്ടെന്ന് കോവിഡ് ടെസ്റ്റ് ചെയ്തപ്പോൾ നെഗറ്റീവായി. ആ മാസം തന്നെ ഞാൻ പ്രഗ്നൻറ്റും ആയി. എനിക്ക് അപ്പം തന്നെ എനിക്ക് ബ്ലീഡിങ്ങും വന്നു പെട്ടെന്ന്. അപ്പോൾ എനിക്ക് ടെൻഷനായി. ആദ്യം ഒരെണ്ണം പോയതുകൊണ്ട് ഇതും അങ്ങനെ പോകും എന്നുള്ള ഒരു ഇത് വെച്ച് എനിക്ക് ഭയങ്കര ടെൻഷനായിരുന്നു. നല്ല ബ്ലീഡിങ്ങും ഉണ്ടായിരുന്നു. അങ്ങനെ ഞാൻ മാതാവിൻ്റെ തൈലം വയറി തേച്ച് പ്രാർത്ഥിച്ച് 5 വർഷമായിട്ട് ഞങ്ങൾക്ക് ആകാതിരുന്നാണ്. ആദ്യം ആയത് പോകുകയും ചെയ്തതാണ്. അതുകൊണ്ട് അങ്ങനെ പ്രാർത്ഥിച്ച് ബ്ലീഡിങ് ഒരു 2-3 ദിവസം കാണിച്ചാൽ നിൽക്കുകയും ചെയ്തു. സ്കാനിങ്ങിൽ കുഞ്ഞിനൊരു കുഴപ്പവുമില്ല, പൂർണ്ണ ആരോഗ്യമുണ്ടെന്ന് പറയുകയും ചെയ്തു. അങ്ങനെ ഞാൻ 10 മാസം ബെഡിലായിരുന്നു. ബെഡിൽ കിടന്ന് എന്നെ പ്രാർത്ഥിച്ച് എനിക്കൊരു കുഴപ്പമില്ലാതെ നല്ലൊരു പെൺകുഞ്ഞെ തന്ന് അങ്ങനെ ഇങ്ങനെ ഇത്ര അനുഭവിച്ചുകൊണ്ട് ഞാൻ കുഞ്ഞ് ഇനി വേണ്ട, ഈ ഒരു കുഞ്ഞും മതി, അത്രയ്ക്ക് ഞാൻ എൻ്റെ വീട്ടുകാരെ കഷ്ടപ്പെടുത്തി. അതുകൊണ്ട് ഇനി അങ്ങനെ തീരുമാനിച്ചപ്പോൾ എനിക്ക് മാതാവ് ഉടനെ തന്നെ അടുത്ത കുഞ്ഞിനെ, നമുക്ക് 2 വയസ്സായപ്പോൾ അടുത്ത കുഞ്ഞിനെ വേഗം അതിനും ഇതുപോലെ ബ്ലീഡിങ് ആകുകയും നല്ല ബ്ലീഡിങ് ആയിരുന്നു, കുത്തി ഒലിച്ച് വന്ന പോലത്തെ ബ്ലീഡിങ് ആയിരുന്നു എനിക്ക് വന്നത്. അതുപോലെ ഡോക്ടർ പറഞ്ഞു കുഞ്ഞ് അബോർഷനായി പോയി, നമുക്കൊന്നും ചെയ്യാനില്ലെന്ന് പറഞ്ഞു. അങ്ങനെ ഒരുപാട് സ്കാൻ ചെയ്ത് നോക്കാം എന്ന് ഡോക്ടർ പറഞ്ഞുകൊണ്ട് നമുക്ക് എന്തായാലും അത്രയ്ക്ക് നല്ല ബ്ലീഡിങ് ആയിരുന്നു എനിക്ക്. സ്കാൻ ചെയ്തപ്പോൾ കുഞ്ഞിനൊരു കുഴപ്പവുമില്ല, പൂർണ്ണ ആരോഗ്യമുള്ളൊരു കുഞ്ഞാണ്. അതുകൊണ്ട് നമുക്കൊന്നും ചെയ്യാനില്ല. അതും ബെഡ് റെസ്റ്റ് ആയിരുന്നു. എനിക്ക് 5 മാസം വരെ ബ്ലീഡിങ് ആയിരുന്നു. അങ്ങനെ ബെഡ് റെസ്റ്റ് ആയിരുന്നു. 5-ാം മാസം എനിക്ക് ബ്ലീഡിങ് നിൽക്കുകയും ഒരു 9 മാസം വരെ എനിക്കെല്ലാം നോർമലായി ചെയ്ത് അതും ഒരു കുഴപ്പമില്ലാത്ത ഒരു പെൺകുഞ്ഞിലേക്ക് 2ാമത് തരികയും ചെയ്തു. അത് ഞാൻ മാതാവിനോടും തിരുകുമാരനോടും 1000 നന്ദി പറയുന്നു. ഞാൻ അത്രയ്ക്ക് വിഷമിച്ച് കുഞ്ഞുങ്ങളില്ലാതെ ബ്ലീഡിങ്ങുമായി എൻ്റെ വീട്ടുകാരെ ഒത്തിരി ബുദ്ധിമുട്ടിപ്പിച്ചു. 2 കുഞ്ഞുങ്ങളേക്ക് തന്ന് അനുഗ്രഹിച്ചു മാതാവും തിരുകുമാരനും 1000 നന്ദി. പ്രേക്ഷിത പ്രവർത്തനം ഞാൻ ചെയ്തത് പറ്റുന്ന പോലെ പൊതിച്ചോറ് കൊടുക്കുകയും അതിനുള്ള പൈസ നമുക്ക് പൊതിച്ചോറ് കൊടുക്കാൻ പറ്റാത്തതുകൊണ്ട് എങ്ങും പോയി എനിക്ക് അറിയാൻ പാടില്ലാത്തതുകൊണ്ട് അതിനുള്ള പൈസ ചേട്ടൻ കൊണ്ടുവരുന്നതിൽ ഒരു പങ്ക് ഞാൻ കൊടുക്കുകയും പത്രം എല്ലാ വീടുകളിലും കൊണ്ട് കൊടുത്ത് എല്ലാവരോടും ഇവിടത്തെക്കുറിച്ച് പറയുകയും വന്ന് ഉടമ്പടി എടുക്കണം എന്നൊക്കെ അപ്പോൾ ഒത്തിരി പറയുകയും നമ്മളെക്കൊണ്ട് ചെയ്യാൻ പറ്റുന്ന സഹായം അങ്ങനെ ഞാൻ ഒത്തിരി നമ്മളെക്കൊണ്ട് ചെയ്യുന്ന അങ്ങനെ കൊടുത്തിട്ടുണ്ട്. ഞാൻ പൈസ ആയിട്ടാണ് കൊടുത്തേക്കണം കൂടുതലും. പിന്നെ ആശുപത്രികളിലാണ് ചോറ് കൊടുത്തേക്കണത്. പൈസ നമ്മൾ കൂടുതലും സഹായിച്ചേക്കണത്. ഇത്രയും അനുഗ്രഹങ്ങൾ തന്ന ഈശോയ്ക്കും അമ്മയ്ക്കും 1000 നന്ദി ഞാൻ പറഞ്ഞ് എൻ്റെ വാക്കുകളെ അവസാനിപ്പിക്കുന്നു. വിശുദ്ധ പൗലോസ് ശ്ലീഹ കൊറിന്തോസ്കാർക്ക് എഴുതിയ 1-ാം ലേഖനം 1-ാം അധ്യായം 4-ാം തിരുവചനം. യേശു ക്രിസ്തുവിൽ നിങ്ങൾക്ക് കൈവന്ന ദൈവകൃപയ്ക്ക് ഞാൻ നിങ്ങളെ പ്രതി ദൈവത്തിന് സദാ നന്ദി പറയുന്നു. എന്തുകൊണ്ടെന്നാൽ അവിടുന്ന് എല്ലാവിധത്തിലും പ്രത്യേകിച്ച് വചനത്തിലും വിജ്ഞാനത്തിലും നിങ്ങളെ സമ്പന്നരാക്കി. ദൈവത്തിൻ്റെ കാരുണ്യത്തിൽ സമ്പന്നരായ ആതിരയുടെയും സിജോയുടെയും ഒരു വലിയ പ്രത്യക്ഷീകരണ സാക്ഷ്യമാണ് നാം ഇവിടെ കേട്ടത്. നമുക്ക് ഈശോയ്ക്കും പരിശുദ്ധ അമ്മയ്ക്കും നന്ദി പറയാം. ഇന്ന് നമുക്കറിയാം, ഈ ആലയത്തിലേക്ക് കടന്നു വന്ന് ഉടമ്പടി എടുത്തു പോകുന്ന എല്ലാ മക്കൾക്കും തങ്ങൾ ആഗ്രഹിക്കുന്ന വിധത്തിലും അതിനപ്പുറവും പരിശുദ്ധ അമ്മ ഈശോയിൽ നിന്നും ഒരുപാട് അനുഗ്രഹങ്ങളും വരങ്ങളും ദാനങ്ങളും കൃപകളും അഭിഷേകവും എല്ലാം നൽകുന്നുണ്ടെന്ന് നമുക്കറിയാം. അത്രമാത്രം ശരണപ്പെട്ടുകൊണ്ടാണ്, കണ്ണീരോടെയാണ് ഓരോ മക്കളും ഇവിടെ ഒന്ന് ഉടമ്പടി എടുത്ത് പ്രാർത്ഥിക്കുന്നത്. ഉടമ്പടി എന്നാൽ ഉടൻ പരിഹാരം എന്നാണെന്ന് നമുക്കറിയാം. ആതിരയ്ക്കും സുജോയ്ക്കും ഉടൻ പരിഹാരമാണ് പരിശുദ്ധ അമ്മ നൽകിയിരിക്കുന്നത്. അതുപോലെ തന്നെ ഈ സഹോദരൻ ആക്സിഡൻറ്റിൽപ്പെട്ട് അദ്ദേഹത്തിന് കാലിൽ ഫ്രാക്ചർ വന്നു. അതിനുശേഷം പരിശുദ്ധ അമ്മയുടെ സംരക്ഷണം അദ്ദേഹത്തിന് വളരെയധികം നൽകപ്പെട്ടു. ഹോസ്പിറ്റലിൽ പോയി ട്രീറ്റ്മെൻ്റ് എടുത്തെങ്കിലും പരിശുദ്ധ അമ്മയുടെ മധ്യസ്ഥം അപേക്ഷിച്ചുകൊണ്ടാണ് ഇന്ന് ഈ മകൻ ഈ അൾത്താരയിൽ കയറി നിൽക്കുന്നത്. നമ്മുടെ എല്ലാ ജീവിത സാഹചര്യത്തിലും പരിശുദ്ധ അമ്മ നമ്മെ ഒരുപാട് ചേർത്ത് നിർത്തുന്നതും തൻ്റെ അങ്കിക്കുള്ളിൽ നമ്മെ എപ്പോഴും അനുഗ്രഹിക്കുന്നതും സംരക്ഷിക്കുന്നതുമായിട്ട് നമുക്ക് കാണാം. ഈശോയ്ക്കും പരിശുദ്ധ അമ്മയ്ക്കും നന്ദി പറഞ്ഞുകൊണ്ട് കുഞ്ഞുങ്ങളില്ലാത്ത എല്ലാ ദമ്പതികളെയും
ഇവിടെ വന്ന് ആശ്രയം പ്രാർത്ഥിച്ചു പോകുന്ന എല്ലാ മാതാപിതാക്കളെയും നമുക്ക് ഈശോയ്ക്ക് സമർപ്പിച്ച് ആതിര സിജോയുടെ ഈ നല്ല സാക്ഷ്യത്തിന് ഈശോയ്ക്കും പരിശുദ്ധ അമ്മയ്ക്കും നല്ലൊരു കയ്യടി നൽകി സാക്ഷ്യം നമുക്ക് സമർപ്പിക്കാം. അത്യപൂർവ ദൈവാനുഭവങ്ങൾ ഇനി നിങ്ങൾക്കും സ്വന്തം. ഈ യൂട്യൂബ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാകുക.